നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. രാസവളങ്ങളും കീടനാശിനിയും അശാസ്ത്രീയ വികസനവും കൈകോർത്തപ്പോൾ കുട്ടനാടും വേമ്പനാടും നിശ്ചല മലിന തടാകമായി മാറിയെന്ന് കുട്ടനാട് പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. അനിൽകുമാർ. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച പാടശേഖരങ്ങളും ആശങ്കയുടെ നിഴലിൽ. മുഞ്ഞയും ഇലകരിച്ചിലും വ്യാപിക്കുന്നതാണ് കർഷകർക്കും ഇരയാകുന്നത്. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണം പരിശോധിക്കപ്പെടുന്നില്ല. പഴകിയതും പുഴുവരിച്ചതും ഉപയോഗശൂന്യവുമായ ഭക്ഷണം കഴിക്കാൻ വിദ്യാർത്ഥികൾ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ട്? വാർത്തകൾ വിശദമായി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കുട്ടനാടൻ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയതോടെ കീടനാശിനിയുടെയും രാസവളത്തിന്റെയും ഉപയോഗം ഭീകരമായി ഉയർന്നു. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പതനം തുടങ്ങിയത് ഇതോടെയാണെന്ന് കുട്ടനാട് പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. അനിൽകുമാർ. അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ വികസിപ്പിച്ചപ്പോൾ പേരറിയാത്ത കീടങ്ങളും രോഗങ്ങളും നെല്ലിനെ ആക്രമിച്ചു. അതിനനുസരിച്ച് കീടനാശിനിയും രാസവളവും കൂടുതൽ ഉപയോഗിക്കേണ്ടിയും വന്നു. കുട്ടനാട്ടിൽ കേട്ടുകേൾവി പോലും അപൂർവമായിരുന്ന ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ പെരുകുന്നതിന് ഇതും ഒരു കാരണമായി. ഒപ്പം അശാസ്ത്രീയമായ വികസനം കൂടിയായപ്പോൾ ഈ നാടിന്റെ പതനം പൂർണ്ണമായെന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് പാക്കേജ് ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്യുൽപാദന ശേഷിയുള്ള നെല്ലും വിത്തുകൾ ഉത്പാദിപ്പിക്കുമ്പോൾ പരീക്ഷണശാല അറിയാതെ, ഗവേഷകർ അറിയാതെ ഈ വിത്തുകളുടെ ചെടികൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള കീടങ്ങളും വളർന്നു. അപ്പൊ ആ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ വലിയ അളവിൽ കീടനാശിനി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കുട്ടനാടിന്റെ മേഖലയിൽ രാസവളവും കീടനാശിനിയും അമിതമായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കുട്ടനാടിന്റെ സമസ്ത മേഖലയിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഇറിഗേഷൻ വർക്കുകൾ പതുക്കെയാണ് പോകുന്നത്. അത് സോയിലാണ് അതിന്റെ പുരോഗമനം നടക്കുന്നു എന്ന വസ്തുത കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചില്ല. ഇവിടെ വർക്കുകൾ വളരെ പതുക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്ന് കേരള ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പാക്കേജിന്റെ കാലാവധി ഈ അകാലത്തിൽ തീരത്തില്ലായിരുന്നു. നമുക്കപ്പോ തോന്നുന്ന ഒരു സംശയം, നമ്മളുടെ ജനപ്രതിനിധിയായി പാർലമെന്റ് എത്തുന്ന MP യുടെ ജോലി എന്താണ്? കഴിഞ്ഞ UPA ഗവൺമെന്റിലെ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ MP ഇത്ര ബൃഹത്തായ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അകാലത്തിൽ നശിച്ചുപോയത്, തീർന്നുപോയത് അറിഞ്ഞില്ല എന്നത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. കുട്ടനാടിന്റെ അതിജീവനം എന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ വിഭാവനം ചെയ്ത പാക്കേജ് അകാല ചരമം പ്രാപിച്ചത് നമ്മുടെ ജനപ്രതിനിധികൾ അറിഞ്ഞില്ല എന്നത് ലജ്ജാകരമാണ്. കുട്ടനാട് പാക്കേജ് നടപ്പാക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കുട്ടനാട് പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് 5-ന് രാപ്പകൽ സമരം സമാപിക്കും. സമാപന സമ്മേളനത്തിൽ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ സംസാരിക്കും. കുട്ടനാട് പ്രൊട്ടക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ TN ദേവദാസ്, ജോസഫ് ചാക്കോ, T മനു തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച കുട്ടനാടൻ പാടശേഖരങ്ങൾ വീണ്ടും ആശങ്കയുടെ നിഴലിൽ. ഇലകരിച്ചിലും മുഞ്ഞയും വ്യാപകമാവുന്നതാണ് കർഷകരെ ഭീതിയിലാഴ്ത്തുന്നത്. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗവും മുഞ്ഞബാധയുമാണ് വ്യാപകമാകുന്നത്. കൃഷിയിറക്കിയ ഭൂരിഭാഗം പാടങ്ങളിലും ഇലകരിച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 80 ദിവസത്തിന് മുകളിൽ പ്രായമായ നെൽച്ചെടികളിൽ മുഞ്ഞയുടെ ഉപദ്രവവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടിക്കണ കഴിഞ്ഞ പാടശേഖരങ്ങളിലാണ് ഇലകരിച്ചിൽ രോഗം പ്രധാനമായും കാണപ്പെടുന്നത്. നെല്ലോലകൾ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമായി മാറുന്നതാണ് രോഗലക്ഷണം. പ്രധാനമായും കാറ്റിലൂടെയും വെള്ളത്തിലൂടെയുമാണ് രോഗം വ്യാപിക്കുന്നത്. ഇത് തടയാൻ ബ്ലീച്ചിംഗ് പൌഡർ 1 ഏക്കറിന് 2 കിലോ തോതിൽ കിഴികെട്ടി വെള്ളം കയറ്റുന്ന തൂമ്പിന്റെ മുൻഭാഗത്ത് കെട്ടിയിടണം. പച്ചച്ചാണകം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ കലക്കി 6 മണിക്കൂറിന് ശേഷം തെളിയൂറ്റിയെടുത്ത് രോഗം വന്ന ഇടങ്ങളിൽ തളിച്ചു കൊടുക്കണം. കൂടുതലായി രോഗാവസ്ഥ കാണുന്ന ഇടങ്ങളിൽ രാസനിയന്ത്രണവും ആവശ്യമാണ്. ഇതിനായി സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന ആന്റിബയോട്ടിക് 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ കലർത്തി തളിച്ചു കൊടുക്കണം. രോഗബാധ സ്ഥിരീകരിച്ചതിന് ശേഷമേ രാസപ്രയോഗം നടത്താവൂ. രോഗബാധ സ്ഥിരീകരിക്കുന്നതിനായി അതാത് കൃഷിഭവനുകളുമായോ മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രവുമായോ ബന്ധപ്പെടണം.
നെല്ലിന്റെ തണ്ടിൽ കൂട്ടത്തോടെ ഇരുന്ന് മുഞ്ഞകൾ നീരൂറ്റി കുടിക്കുന്നതാണ് മറ്റൊരു വെല്ലുവിളിയായി വരുന്നത്. പാലടിച്ച് മുറുകുന്ന സമയത്തെ മുഞ്ഞയുടെ ആക്രമണം വിളവ് കുറയ്ക്കുമെന്ന് കർഷകർ പറയുന്നു. ഈ പരുവമായതിനാൽ കീടനാശിനി പ്രയോഗിച്ചിട്ടും കാര്യമില്ലെന്നും കൃഷിക്കാർ പറഞ്ഞു. കതിര് വരുമ്പോൾ, കതിര് നിരക്കുമ്പോൾ ഏതാണ്ട് പാലടിച്ച് മുറുകുന്ന സമയമുണ്ട്. ആ ടൈമിനാണ് ഈ വട്ടച്ചാഴി വന്ന് കയറുന്നത്. അത് ഇതിൻ്റെ പാല് വലിച്ചു കുടിക്കും. അപ്പോൾ വലിച്ചു കുടിക്കുന്ന ആ നെന്മണികളാകത്തില്ല, അത് ശുഷ്കിച്ചു പോവുക. അതാണ് കറവലായിട്ട് വരുന്നത്. നമ്മൾ കറവൽ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഈച്ചകളും ഈ വട്ടച്ചാഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഈ കതിര് ഇതിൻ്റെ പാൽ വലിച്ചു കുടിക്കുക. അതാണ് പ്രധാനമായ കാര്യം. അപ്പോൾ അത് ശുഷ്കിച്ചു പോയി. വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണം ഭക്ഷ്യയോഗ്യമാണോ എന്ന് പരിശോധനകൾ നടക്കുന്നില്ല. പഴകിയതും പുഴുവരിച്ചതും ഉപയോഗശൂന്യവുമായ ധാന്യങ്ങളാണ് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കഴിഞ്ഞയാഴ്ച പുളിമുന്നിലെ ഒരു സ്കൂളിൽ വിതരണം ചെയ്ത ഓണം സൌജന്യ അരിയിൽ പുഴുവും ചെള്ളും കണ്ടെത്തിയത് KCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോവർ പ്രൈമറി തലം വരെ മാത്രമുള്ള ഈ സ്കൂളിലെ കുരുന്നുകൾക്ക് വിതരണം ചെയ്ത അരിയിലാണ് ഈ അക്ഷന്തവ്യമായ അലംഭാവമുണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. മങ്കമ്പ് ഉപജില്ലയിൽ ഓണത്തിന് ശേഷമാണ് അരി വിതരണം ചെയ്തത്. 9 കിൻഡൽ അരിയിൽ 90% സ്കൂൾ വിതരണം ചെയ്തിരുന്നു. വിതരണത്തിനായി നൽകിയ മുഴുവൻ അരിയും ഉപയോഗശൂന്യമാണെന്ന് അധ്യാപകർക്കും മാനേജ്മെന്റിനും മനസ്സിലായെങ്കിലും ഇവർ എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ അരി വിതരണം ചെയ്തു എന്നതിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. രാമങ്കരിയിലെ മാവേലി സ്റ്റോറിൽ നിന്നാണ് സ്കൂളിലേക്കുള്ള ഉച്ചഭക്ഷണത്തിനും ആഘോഷാവസരങ്ങളിലെ സൌജന്യ വിതരണത്തിനായും ധാന്യങ്ങൾ വാങ്ങുന്നത്. ഗുണനിലവാരമുള്ള അരിയാണെന്ന് ഉറപ്പുവരുത്താതെ സ്കൂൾ അധികൃതർ എന്തിനി അരി വാങ്ങി? സിവിൽ സപ്ലൈ സ്കൂളിൽ എത്തിച്ചു കൊടുത്തതാണെങ്കിൽ തന്നെ ഗുണനിലവാരമില്ലായ്മ മറച്ചുവെച്ച് വിതരണം ചെയ്തുവെന്നതും ഗൌരവമാണ്. കഴിഞ്ഞ അധ്യയന വർഷവും രാമങ്കരി മാവേലി സ്റ്റോറിൽ നിന്നും വിവിധ സ്കൂളുകളിലേക്ക് നൽകിയ അരി ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് KCB വാർത്തയാക്കിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടക്കുകയും ചെയ്തു. കുരുന്നുകുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ അധികൃതർ കാട്ടുന്ന അലംഭാവം വലിയ ദുരന്തത്തിന് കാരണമാകാതിരിക്കട്ടെ. മലയാള ഭാഷയുടെ തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാന് ജന്മനാടിന്റെ ഹൃദയപ്രണാമം. ലക്ഷ്മീപുരം കൊട്ടാര അങ്കണത്തിൽ CF തോമസ് MLA ചരമശതാബ്ദി സ്മൃതിദീപം തെളിച്ചു. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന മലയാളം പാഠപുസ്തകങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പഠനങ്ങളും പാഠങ്ങളും ഗ്രന്ഥങ്ങളും അദ്ദേഹം ധാരാളം എഴുതി തയ്യാറാക്കിയുണ്ടായി. അദ്ദേഹം എഴുതുക മാത്രമല്ല, ധാരാളം ആളുകളെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥരചനകൾക്ക് പ്രോത്സാഹനം കേരളത്തിൽ കൊടുത്തു. അതവിടെ സ്കൂളിൽ ഒതുങ്ങിയ ഗ്രന്ഥരചനകൾ മാത്രമല്ല, ഇന്ന് നമ്മൾ ശ്രേഷ്ഠ മലയാളമെന്നും മലയാള സർവകലാശാലയിൽ നിന്നും ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ അഭിമാനം കൊള്ളുന്നു. ഈ മലയാളത്തിൻ്റെ വളർച്ചയിൽ, വികസനത്തിൽ മലയാള ഭാഷയെ കൈപിടിച്ച് ഉയർത്തുവാൻ ഏറ്റവും കൂടുതൽ മുന്നണിയിൽ നിന്ന് പ്രയത്നിച്ച ആളിൻ്റെ ചരമ ശതാബ്ദി ആണ് നമ്മളിന്ന് ആചരിക്കുന്നത്. അദ്ദേഹം മലയാളം ഗദ്യവിഭാഗം, മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന പാണ്ഡിത്യം, 60-ലധികം കൃതികളുടെ രചന നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എത്രയേറെ കൃതികളാണ് അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തത്. അതോടൊപ്പം തന്നെ എത്രയോ എഴുത്തുകാരെ ഈ രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും നല്ല രചനകൾ നടത്താനും, ഒരുപാട് രചനകൾ നടത്തുക എന്നുള്ളത് മാത്രമല്ല, രചനകളുടെ വിശേഷം, അതിൻ്റെ ക്വാളിറ്റി, അതിലും നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ചെയ്ത വലിയ സംഭാവനകൾ എല്ലാ രംഗത്തും അദ്ദേഹം വഹിച്ച വലിയ 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 സംഭാവന നമ്മൾ മലയാളികൾ, കേരളീയർ നമ്മളെന്നും സ്നേഹത്തോടെ സ്മരിക്കുന്നു. ലക്ഷ്മീപുരം കൊട്ടാരത്തിന്റെ ദ്വിശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കേരള ഭാഷയുടെ തറവാടായ ലക്ഷ്മീപുരത്തിന്റെ അങ്കണത്തിൽ ഭാഷയുടെ തമ്പുരാന്റെ സ്മൃതിദീപത്തിന് ചങ്ങനാശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ സാക്ഷിയായി. കൊട്ടാരത്തിലെ മുതിർന്ന വനിത രമണി വർമ്മയുടെ കീർത്തനാലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സുജാത രാജു, B രാധാകൃഷ്ണ മേനോൻ, സജീവ് കൂട്ടുമേൽ, BJ ലാലി, അഡ്വക്കേറ്റ് ടോണി, ജസ്റ്റിൻ ബ്രൂസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ലക്ഷ്മീപുരം കുടുംബാംഗങ്ങളായ കേരളവർമ്മ, പ്രഫുല്ലവർമ്മ, സുരേഷ് വർമ്മ, രമേശ് വർമ്മ, രമണി വർമ്മ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ നഗരം കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങളുടെ പിടിയിൽ. സ്കൂൾ, കോളേജ്, ഷോപ്പിംഗ് മാളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് സംഘങ്ങളുടെ പ്രവർത്തനം സജീവമായിരിക്കുന്നത്. സംസ്ഥാനം മദ്യവിരുദ്ധമാക്കാൻ സർക്കാർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോൾ കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങളുടെ പിടിയിലമരുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നായിരുന്നു മുൻകാലത്ത് കഞ്ചാവ് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകൾ വ്യാപകമായതോടെ കഞ്ചാവ് കൃഷി നിലച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, അസം, തമിഴ്നാട്,
കർണാടകം തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് നിലവിൽ കഞ്ചാവ് എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ലഹരി വസ്തുക്കളുടെ വിപണന കേന്ദ്രം ആലപ്പുഴ ജില്ലയാണ്. കിഴക്കിന്റെ വെനീസ് എന്ന് പേരുകേട്ട ആലപ്പുഴ LSDയുടെയും അബിറ്റാമിന്റെയും കൊടിയിന്റെയും കച്ചവട കേന്ദ്രമായി മാറി. മയക്കുമരുന്ന് സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കൗമാരക്കാരെയും യുവാക്കളെയുമാണ്. +2 കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന ആൺകുട്ടികളുടെ ഇടയിലാണ് കഞ്ചാവ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത്. നഗ്നചിത്രങ്ങളും അശ്ലീല വീഡിയോകളും ബ്ലൂടൂത്ത് വഴി പകർത്തി നൽകിയാണ് ഇവർ കുട്ടികളുമായി ചെങ്ങാത്തം സ്ഥാപിക്കുന്നത്. ശേഷം ലഹരിയുടെ ലോകത്തേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇവരുടെ പതിവ്. വിദേശ നിർമ്മിത